ആദ്യം മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് കൗണ്ടിംഗ് നടക്കുന്നത്. അതിനൊരു പ്രതിഫലനമാണ് സംഭവിക്കുന്നത്. എന്നിരുന്നാലും ഭൂരിപക്ഷത്തിൽ അത് വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. അല്ല, മറ്റാരുണ്ട് എന്നായിരുന്നല്ലോ പിണറായി വിജയൻ ഫ്ലക്സിലൂടെ ചോദിച്ചിരുന്നത്. അബ്ദുൾ റഷീദ് ഉണ്ട് എന്ന് ധർമ്മടത്തെ ജനങ്ങൾ മറുപടി കൊടുത്തു. അതാണ് എന്റെ കണക്കെന്ന് പറയുന്നത്. 2812 പാലക്കാട് കൂടി പറയാം. പാലക്കാട് രമേശ് പിഷാരടി തുടർച്ചയായി പിന്നിൽ പോകുന്നു എന്നത് തോൽവിക്ക് സമാനമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. സൂചിപ്പിക്കുന്ന പോലെ വോട്ടെണ്ണലിന്റെ ഘട്ടം പിന്നിടുമ്പോൾ ഇപ്പോഴിതാ ലീഗിനും അപ്രമാദിത്വമുള്ള ഇടങ്ങളിലടക്കമാണ് ധർമ്മടത്ത് വോട്ടെണ്ണിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇതാ അബ്ദുൾ റഷീദിന്റെ കൃത്യമായ മുന്നേറ്റമുണ്ട് എന്ന് പറയുമ്പോൾ പിണറായി വിജയന് 2812 വോട്ടുകൾക്ക് പിന്നിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. സജിത്ത, അതാണ് ഒരുപക്ഷെ എന്തായാലും പ്രതിപക്ഷ കസേരയിൽ തന്നെയായിരിക്കും ഇനി LDF എന്നത് രാഷ്ട്രീയ കേരളം തിരിച്ചടിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ക്യാപ്റ്റൻ മാത്രമല്ല ധർമ്മടത്ത് ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി 3 റൗണ്ടുകൾ പിന്നിപ്പോവാന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. ആദ്യ റൗണ്ടിലെ പിന്നോട്ട് പോക്ക് പ്രതീക്ഷിച്ചിരുന്നതാണ്. CPM കേന്ദ്രങ്ങളും കോൺഗ്രസ് ഇന്നലെ അബിൻ വർക്കി അടക്കമുള്ളവരുടെ കാര്യം പറഞ്ഞിരുന്നതുമാണ്. പക്ഷേ അതിനപ്പുറം 2 റൗണ്ടുകൾ പിന്നോട്ട് പോയി. നമ്മൾ സുമേഷുമായി സംസാരിച്ച അവിടുത്തെ സാഹചര്യം പ്രതീക്ഷിച്ച സാഹചര്യങ്ങളിൽ പിന്നോട്ട് പോയിട്ടുണ്ട്. 2021 BJP മുന്നിലെത്തിയ നഗരസഭയിലെ ബൂത്തുകളിൽ പിഷാരടി മുന്നിലെത്തിയിരിക്കുന്നു. അല്ല, പിഷാരടിയെ തൊടാൻ പറ്റില്ല. ഇനി പിഷാരടിക്ക് തൊടാൻ പറ്റില്ല. കാരണം ഇനി ആദ്യ റൗണ്ടുകളിൽ എണ്ണിയത് മുഴുവൻ BJP മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ബൂത്തുകളാണ്. പിഷാരടി വലിയ ഭൂരിപക്ഷത്തിലേക്ക് തന്നെ പാലക്കാട് പോകും. അതാണ് സൂചനകൾ. ഒരു പക്ഷേ ഒരു 10,000-ന് അടുത്തോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കോ പിഷാരടിയുടെ ലീഡ് കണക്കിലേക്ക് തിരിച്ചു വരണം. അഭിലാഷ്, സജിത്ത്, ധർമ്മടം കണക്കിലേക്ക് തിരിച്ചു വരണം. കാരണം 4ാം റൗണ്ടിനും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നിലാണ്. കഷ്ടമാണ്. ഈ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന യുവതുർക്കി പിണറായിയെ വിറപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ 12,800 വോട്ടുകൾക്ക് ഇതാ ഇപ്പോഴും 4ാം റൗണ്ടിലും പിന്നിലാണ് എന്നുള്ളത് വലിയ കണക്കാണ്. അത് പിണറായിയുടെ പരാജയത്തിലേക്ക് എത്തിക്കുമോ അതോ അവസാന റൗണ്ടുകളിൽ മുന്നിൽ വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ലീഡ് പിണറായിക്ക് പരാജയത്തിലേക്ക് പോകാൻ ഒരു ചാൻസുമില്ല. പക്ഷേ ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടാവുന്ന കാര്യത്തിൽ തർക്കമില്ല. അത് തന്നെയാണ് സംഭവിക്കുക. ധർമ്മടത്തെ ഭൂരിപക്ഷം കുറയുന്നത് പോലും വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടും. പിണറായിസത്തിനെതിരാണ് ഇത്തവണത്തെ ജനവിധി എന്നതാണ് പറഞ്ഞു UDF കേന്ദ്രങ്ങൾ പറയുന്നത്. സ്വാഭാവികമായും ഇതും ചർച്ച ചെയ്യപ്പെടും. 23,527 വോട്ടുകളാണ് ഇതുവരെ നേടിയിട്ടുള്ളത്. പിണറായി വിജയൻ നേടിയിരിക്കുന്നത് 20,715 വോട്ടുകൾ. 2,812